ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൗണ്ടബിൾ നൗണിൻ്റെ കൂടെയും അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ക്വാണ്ടിഫയേഴ്സും അതിൻ്റെ മീനിങ്ങും അതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ്. അപ്പം പ്രധാനപ്പെട്ട ലിറ്റിൽ, ദ ലിറ്റിൽ, എ ഫ്യൂ, മെനി, എ ലിറ്റിൽ, ഫ്യൂ, ദ ഫ്യൂ, മച്ച് എന്നൊക്കെയുള്ള ക്വാണ്ടിഫയേഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് വൺ ലിറ്റിലാണ് നമ്മൾ നോക്കുന്നത്. ലിറ്റിൽ മീൻസ് ഓൾമോസ്റ്റ് നത്തിങ്. നമ്മൾ ലിറ്റിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും കുറച്ച് എന്നൊരു മലയാളം മീനിങ് ആണ് നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവുക. പക്ഷേ അത് ഓൾമോസ്റ്റ് നത്തിങ്, ഒന്നും ഇല്ല, ഏകദേശം ഒന്നും ഇല്ല എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ ലിറ്റിലിൻ്റെ അത് വരുന്നത്. അതിനൊരു നെഗറ്റീവ് മീനിങ് ആണ്, പോസിറ്റീവ് മീനിങ് അല്ല. അപ്പം യൂസ് ടു എംഫസൈസ് ദ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ വളരെ കുറച്ച്, അതായത് ഏതാണ്ട് ഒന്നുമില്ലാത്തൊരു അവസ്ഥയെപ്പറ്റി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിറ്റിൽ യൂസ് ചെയ്യുക. ലിറ്റിൽ എന്ന വേർഡ് ഒറ്റയ്ക്ക് യൂസ് ചെയ്യാം. ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ബോട്ടിൽ. ബോട്ടിലിൽ വളരെ കുറച്ച്, ഏകദേശം ഇല്ലാത്ത അവസ്ഥയിലാണ് വാട്ടർ ഉള്ളത്. സോ ഷീ ഹാസ് ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ സ്പോർട്സ്. അതായത് സ്പോർട്സിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതിന് വേറൊരു രീതിയിൽ പറയുന്നതാണ് ലിറ്റിൽ ഇൻട്രസ്റ്റ്, അത്രത്തോളം ഇല്ലാത്ത ഒരു ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പം ലിറ്റിൽ എന്ന് പറയുമ്പോൾ ലിറ്റിൽ ഒറ്റയ്ക്ക് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക, അതിന് ഓൾമോസ്റ്റ് നത്തിങ് എന്നുള്ള മീനിങ് ആണ് ഉള്ളത്. അത് അൺകൗണ്ടബിൾ നൗൺസ്, ഇത് എണ്ണാൻ കഴിയാത്ത നൗൺസിൻ്റെ ഒപ്പമാണ് ലിറ്റിൽ യൂസ് ചെയ്യുക. അതിനൊരു നെഗറ്റീവ് മീനിങ് ആണ് ഉള്ളത്. നമുക്ക് അടുത്തത് നോക്കാം. എ ലിറ്റിൽ means some but not much. It has a positive meaning. A little എന്ന് പറയുമ്പോൾ കുറേ ഉണ്ടെന്നല്ല, കുറച്ച്. നമ്മൾ ശരിക്കും കുറച്ച് എന്ന് മലയാളത്തിൽ പറയുന്നതിൻ്റെ വേർഡ് എന്ന് പറയുന്നത് എ ലിറ്റിലാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ സ്മോൾ ബട്ട് സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി. അതായത് വളരെ കുറച്ച്, പക്ഷേ നമുക്ക് ആവശ്യമുള്ള അത്രയും, അങ്ങനെ ഒരു മീനിങ്ങാണ് എ ലിറ്റിലിന് വരുന്നത്. അപ്പം എക്സാമ്പിളിൽ ദർ ഈസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദ ബോട്ടിൽ. ആ ബോട്ടിലിൽ ഇച്ചിരി കുറച്ച് വാട്ടർ ഉണ്ട്. ഐ നീഡ് എ ലിറ്റിൽ ഷുഗർ ഫോർ മീ. എനിക്ക് കുറച്ചും കൂടെ ഷുഗർ ആവശ്യമുണ്ട്. ഇവിടെയൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? എ ലിറ്റിൽ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച്, പക്ഷേ സഫിഷ്യൻ്റ് ആണ്, ആവശ്യം, അത്രേ ആവശ്യമുള്ളൂ. മനസ്സിലായല്ലോ? അപ്പം ലിറ്റിൽ എന്നതിന് പകരം എ ലിറ്റിൽ എന്ന് നമ്മൾ ഉപയോഗിച്ച് ശീലിക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. ദ ലിറ്റിൽ. The little means small amount that is available. ലഭ്യമായതിൽ വളരെ കുറച്ച്, ലഭ്യമായത്. ഓക്കെ, ലഭ്യമായത് എന്നുള്ളൊരു മീനിങ്ങും കൂടി ദ ലിറ്റിൽ എന്നുള്ളതിനുണ്ട്. യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ സ്മോൾ ബട്ട് എ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി. ഐ യൂസ് ദ ലിറ്റിൽ മണി ഐ ഹാഡ് വിത്ത് ഹർ ഫ്രണ്ട്. അതായത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കുറച്ച് എമൗണ്ട് ഞാൻ എന്ത് ചെയ്തു? യൂസ് ചെയ്തു. ദ ലിറ്റിൽ വാട്ടർ ഇൻ ദ ബോട്ടിൽ ഈസ് ഇനഫ് നൗ. ആ ബോട്ടിലുള്ള ആ വാട്ടർ ഇപ്പം ഇനഫാണ്, അതായത് നമുക്ക് ആവശ്യമുള്ള, അവൈലബിൾ ആയിട്ടുള്ളതിൽ കുറച്ച് എമൗണ്ട്. ദ ലിറ്റിൽ. ഓക്കെ, സോ നമുക്കിനി അടുത്തതിലേക്ക് പോവാം. ഫ്യൂവും ലിറ്റിൽ പറഞ്ഞ പോലെ തന്നെ മീൻസ് ഓൾമോസ്റ്റ് നന്നാണ്, ഓൾമോസ്റ്റ് നത്തിങ് എന്നുള്ള മീനിങ് ആണ്. ഇറ്റ് ഹാസ് എ നെഗറ്റീവ് മീനിങ്. യൂസ്ഡ് ടു എംഫസൈസ് ദ സ്മോൾ നമ്പർ ഓഫ് സംതിങ്. എന്തെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ലിറ്റിൽ പറഞ്ഞ പോലെ തന്നെ തീരെ ഇല്ല എന്നുള്ളൊരു മീനിങ്ങിലാണ് ഫ്യൂ ഉപയോഗിക്കുക. ഫ്യൂ സ്റ്റുഡൻസ് അറ്റൻഡ് ദ ക്ലാസ്. അതായത് വളരെ കുറച്ച് സ്റ്റുഡൻസ് മാത്രമാണ് ആ ക്ലാസ് അറ്റൻഡൻസ് ചെയ്തത്, അതായത് ഓൾമോസ്റ്റ് നത്തിങ്. സോ ഹീ ഹാസ് ഫ്യൂ ഫ്രണ്ട്സ്. വളരെ കുറച്ച് ഫ്രണ്ട്സാണ് അവനുള്ളത്. ഓക്കെ, എ ഫ്യൂ means some but not many. It has a positive meaning, used to indicate a small but sufficient number. She has a few books in her bag. വളരെ കുറച്ച് ബുക്കുകളാണ് അവളുടെ ബാഗിലുള്ളത്. I have a few questions to ask. ഇവിടെ ഒരു പോസിറ്റീവ് മീനിങ്ങിലാണ് ഈ എ ഫ്യൂ ഉപയോഗിക്കുക. വളരെ കുറച്ച് എന്നുള്ള മീനിങ്ങിൽ എ ഫ്യൂ ഉപയോഗിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. The few means small number that is available. നേരത്തെ ദ ലിറ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ് ദ ഫ്യൂവും. യൂസ്ഡ് ടു റെഫർ സ്പെസിഫിക് സ്മോൾ നമ്പർ. ദ ഫ്യൂ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് വർ വെരി ആക്റ്റീവ്. അതായത് ക്ലാസ്സിലുള്ള കുറച്ച് കുട്ടികൾ വളരെ ആക്റ്റീവായിരുന്നു. ഹീ ഹെൽപ്പ് ദ ഫ്യൂ ഫ്രണ്ട്സ് ഹീ ഹാഡ്. അവനുണ്ടായിരുന്നതിൽ കുറച്ച് ഫ്രണ്ട്സിനെ അവൻ ഹെൽപ്പ് ചെയ്തു.
അപ്പോൾ ദ ഫ്യൂ എന്നുള്ളതും സ്മോൾ നമ്പർ ദാറ്റ് ഈസ് അവൈലബിൾ എന്നുള്ള മീനിങ്ങിലാണ് വരുന്നത്. ഇനി നമുക്ക് മെനി ആൻഡ് മച്ച് നോക്കാം. മെനി മീൻസ് യൂസ്ഡ് വിത്ത് കൗണ്ടബിൾ നൗൺസ്. കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺസിൻ്റെ കൂടെയാണ് നമ്മൾ മെനി യൂസ് ചെയ്യുക. ഷീ ഹാസ് മെനി ഫ്രണ്ട്സ്, ദർ ആർ മെനി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ഓക്കെ, മെനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറേ എന്നുള്ള മീനിങ് ആണ്. അത് തന്നെ കൗണ്ടബിൾ നൗൺസ് ആണെങ്കിൽ നമ്മൾ മെനി യൂസ് ചെയ്യും. അൺകൗണ്ടബിൾ നൗൺസ് ആണെങ്കിൽ നമ്മൾ മച്ചാണ് യൂസ് ചെയ്യുക. വി ഡോണ്ട് ഹാവ് മച്ച് ടൈം ലെഫ്റ്റ്, ദർ ഈസ് മച്ച് വാട്ടർ ഇൻ ദ ടാങ്ക്. മനസ്സിലായല്ലോ? മച്ച് വരുമ്പോൾ നമ്മൾ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ, അതായത് എണ്ണാൻ കഴിയാത്ത നൗൺസിൻ്റെ കൂടെയാണ് നമ്മളത് യൂസ് ചെയ്യുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്